ചെങ്കൽ CHSയിൽ ഡോക്ടർമാരില്ലാതെ വലഞ്ഞ് രോഗികൾ. 200-ലധികം OPയുള്ള ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ഒരു ഡോക്ടർ മാത്രം. പ്രവർത്തനം ഉച്ചവരെയാക്കി ചുരുക്കിയതായി പരാതി. നെയ്യാറ്റിൻകരയുടെ ഗ്രാമപ്രദേശത്തെ പ്രധാന സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലാണ് ഡോക്ടർമാരുടെ അഭാവത്തിൽ രോഗികൾ വലയുന്നത്. ഡോക്ടർമാരെ കാണാനായി വൃദ്ധരുൾപ്പെടെ കാത്തിരിക്കേണ്ടത് മണിക്കൂറുകളാണ്. 2 വർഷം മുമ്പ് വരെ കിടത്തി ചികിത്സയുണ്ടായിരുന്ന ആശുപത്രിയുടെ അവസ്ഥയാണിത്. 2 മാസം മുമ്പ് വരെ 2 ഡോക്ടർമാരുണ്ടായിരുന്നുവെങ്കിലും ഒരു ഡോക്ടർ പ്രസവാവധിയിൽ പ്രവേശിച്ചതോടെയാണ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയത്. 2 ഡോക്ടറുള്ളപ്പോൾ വൈകിട്ട് 6 വരെ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയുടെ പ്രവർത്തനം ഉച്ചയ്ക്ക് 2 വരെയാക്കി ചുരുക്കി. രോഗികളുടെ എണ്ണം ഇപ്പം തന്നെ ഒത്തിരി പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രാവിലെ വന്നതാണ് 10 മണിയോടെ വന്ന ആൾക്കാർ ഇപ്പോഴും ഇവിടെ ക്യൂവിലാണ് നിൽക്കുന്നത്. ഞാനൊരു ദിവസം പോയിട്ടാണ് വീണ്ടും 2ാമത്തെ ദിവസമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ അതുപോലെ രോഗങ്ങളുടെയൊക്കെ മരുന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ 2 മണി കഴിഞ്ഞാൽ കിട്ടിയില്ല വീണ്ടും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഡോക്ടർക്ക് 2 മണി കൊണ്ട് എന്തായാലും 23 രോഗികൾ ഒരു ഡോക്ടർ എന്തായാലും ചികിത്സിച്ച് തീരാനുള്ള സമയം എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. വീണ്ടും ഇവർ പോയിട്ട് പിറ്റേ ദിവസം വരേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. 2 മണിക്ക് ശേഷമുള്ള ആവശ്യങ്ങൾക്ക് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയാണ് ശരണം. നിലവിലുള്ള ഡോക്ടർ കൂടി അവധിയെടുത്താൽ ആശുപത്രി പൂട്ടിയിടേണ്ടി വരും. 2 ഡോക്ടറെ ഇപ്പോഴേ പോകുന്നുണ്ട്. 3 പേരൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. കഴിഞ്ഞ മാസം 2 പേരുണ്ടായിരുന്നു. ഇപ്പോഴും വന്ന് ഈ മാസത്തിൽ വന്നപ്പോഴും ഒരാളുമില്ല. NHM ഡോക്ടറാണ് നിലവിലുള്ളത്. പ്രസവാവധിയായതിനാൽ പകരം ഡോക്ടറെ നിയമിക്കുക പ്രായോഗികമല്ലെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആരോഗ്യമന്ത്രി കണ്ണു തുറന്ന് അടിയന്തര ഇടപെടലുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്.